ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുകയാണ്. അല്പസമയം ചില സന്ദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ശരണപ്പെടുന്നു. ലോകത്തിൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. പ്രവാചകന്മാരും കള്ളപ്രവാചകന്മാരും ഒക്കെ ഉണ്ട്, കള്ള ഇടയനുണ്ട്, കള്ളവിശ്വാസികളുണ്ട്, പല നിലകളിലുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ നല്ല നിലയിലും ഒക്കെ പോകുന്നവരെയൊക്കെ മോശമായ രീതിയിൽ പറഞ്ഞ് അവരെ അകറ്റരുത്. അവനിൽ ഇരുളിൻ്റെ പ്രവൃത്തിയുണ്ട്, അല്ലെങ്കിൽ അവകളിൽ ഇരുളിൻ്റെ പ്രവൃത്തിയുണ്ട് ഒക്കെ അവരുടെ മാതാപിതാക്കളടുത്ത് പറയുകയും സഹോദരങ്ങളടുത്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായി ആ വ്യക്തി വെറുക്കുന്ന രീതിയിലാക്കുന്ന ചില ശുശ്രൂഷകന്മാർ ഇതിനകത്ത് കള്ളിടയന്മാരുണ്ട്. അതൊക്കെ അവസാനിപ്പിക്കുന്നത് നല്ലത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിൻ്റെ ഭാര്യയ്ക്ക് ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നിൻ്റെ മക്കൾക്ക് ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ആദ്യം അത് കണ്ടുപിടിച്ച് ആ ഇരുളിൻ്റെ പ്രവൃത്തി കള, എന്നിട്ട് മറ്റുള്ളവരുടെ ഇരുളിൻ്റെ പ്രവൃത്തി കള. അതാ വേണ്ടത്. അനേകർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിൻ്റെ കാര്യം ഇതാ. ഒരിക്കൽ ഇരുളിൽ കിടന്നവർ അവർ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, അവർ ഇരുളിൻ്റെ പ്രവൃത്തി നടക്കുന്നു പറയുമ്പോൾ അവർ വേദനയുണ്ടാകും, അവർ പിന്മാറ്റത്തിലേക്ക് പോകും. നീ പിന്മാറ്റത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്നെങ്കിൽ നീ ന്യായവിധിക്ക് യോഗ്യനാവും. നീ ആദ്യം മനസ്സിലാക്കി വേണം സംസാരിക്കേണ്ടത്. വളരെ പരിജ്ഞാനവും വിവേകവും ഒക്കെ വേണം. ഇവിടെ അപ്പോസ്തലന്മാർ എവിടെയും ഭൂതമുണ്ടെന്നൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല, അവന് ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. കാരണം അന്നേരം അവർ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുക. ആ ഒരു ശുശ്രൂഷ മേടിച്ച് ദൈവത്തിന് നിലനിൽക്കുക. നിൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന ഈ തെറ്റായ ധാരണകളൊക്കെ നിർത്തി പ്രാർത്ഥനയിൽ വിടുതലോട് ആ ഒരു വിടുതലിനും ശുശ്രൂഷ പ്രാപിച്ചിട്ട് അതാണ് നല്ലത്. നാണമില്ലേടോ മറ്റുള്ളവരെ കുറിച്ച് മോശമായി പറയുന്നത്? ഇരുളിൽ കിടന്നവരായി വെളിച്ചത്തിലേക്ക് വരും, പിന്നെ ഇരുളിൽ അവന് വ്യാപരിക്കുന്നു പറയുമ്പോഴേ നിന്റെ ശുശ്രൂഷ എന്തൊരു ശുശ്രൂഷയാ! നിന്റെ അന്ത്യം വന്നിരിക്കുക. അതുകൊണ്ട് ദൈവവചനത്തിൽ വളരെ പരിജ്ഞാനത്തോട് വേണം ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കാൻ. ജീവനുള്ള ദൈവമാണ്. പ്രൈസ്തലോർഡ്. ദൈവത്തിൻ്റെ വചനം പല അനുഭവങ്ങളിൽ കൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അബ്രഹാമിൻ്റെ അനുഭവമല്ല ലോത്തിൻ്റെ അനുഭവം, ലോത്തിൻ്റെ അനുഭവമല്ല ഇസഖാക്കിൻ്റെ അനുഭവമല്ല യാക്കോവിൻ്റെ അനുഭവമല്ല മോശയുടെ. ഇങ്ങനെ പല പ്രവാചകന്മാരുടെ ജീവിത അനുഭവങ്ങൾ പല നിലകളിലായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാരഥ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. കാരണം ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്ത കർത്താവാണ്, ഏകനായ ദൈവമാണ്. ദൈവം എല്ലാവരെയും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രൈസ്തലോർഡ് സുവിശേഷം പഠിക്കുമ്പോൾ പാപിനിയായ സ്ത്രീകളുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ പൗലോസിന്റെ കൂടെ യേശു ഉണ്ടായിരുന്നു. സുവിശേഷ പറയുന്നവരെ വിരോധമായി ആക്രമിച്ച വലച്ചേഴിച്ച ആ വ്യക്തിയോട് യേശു ഉണ്ടായിരുന്നു. ജാതിയുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിച്ച് മിനിസ്ട്രി പ്രവർത്തനങ്ങളുമായി പോയി ലേഖനങ്ങൾ എഴുതി. സ്തോത്രം. ആ അനുഭവം വേറൊന്ന. അവരാരും ഇങ്ങനെ ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നൊന്നും വിളിച്ചു പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചത് മാറ്റുക. പ്രൈസ്തലോർഡ്. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അല്ല പറഞ്ഞ് നടക്കുകയല്ല. അവന് ഇരുളിൻ്റെ പ്രവൃത്തി, അവർക്ക് ഇരളിൻ്റെ പ്രവൃത്തി ആണോ ഇല്ലയോ? ഞാൻ ഈ സന്ദേശം അറിയിക്കുന്നത്, സ്തോത്രം, എന്നിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സുബോധമുള്ളവരായി വരിക, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രൈസ്തലോർഡ് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, സുന്ദരം എന്ന ദൈവാലയത്തിൻ്റെ അരയിൽ ഒരു ഭിക്ഷക്കാരന് ഇരുത്തുമാറവുണ്ടായിരുന്നു. അവൻ്റെ
അരയണ താഴോട്ട് പ്രവർത്തനമില്ലാത്ത ആളാണ്, അതായത് ചലനമറ്റ ഒരാളാണ്. ഇയാളെ കൊണ്ട് ഇരുത്തുന്ന പദമുണ്ട്, ഇങ്ങനെ സമ്പാദിക്കുവാൻ. അങ്ങനെ പത്രുസ് യോഹന്നാനും അവിടെ വന്ന്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ എനിക്കില്ല, നസറായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് കൈപിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ്റെ നരയണ ഉറച്ച് അവൻ തുള്ളാൻ തുടങ്ങി. സ്തോത്രം. ഉണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടന്നു. എന്തെങ്കിലും ദൈവപ്രവൃത്തി ഇതുപോലെ നടക്കുന്നുണ്ടോ? ഈ വാ കൊണ്ടുള്ള ഈ പ്രവേശനമോ സംഭാഷണമോ അല്ലാതെ എന്തെങ്കിലും അത്ഭുതങ്ങൾ നടത്തുന്നുണ്ടോ? സ്തോത്രം. അവിടെ പ്രേക്ഷലാമേ ദൈവത്തിൻ്റെ പ്രവർത്തനം നടന്നു. ആ മുഴുവനായ അല്ലെങ്കിൽ പ്രേക്ഷലാമേ ജന്മന അല്ലെങ്കിൽ എളി താഴോട്ടുള്ള തളർന്ന ആ വ്യക്തിയുടെ എല്ലാ അവസ്ഥയും മാറി അവൻ സാധാരണ ഒരു മനുഷ്യനുള്ളവനായി മാറി, മനുഷ്യനായി നല്ല ആരോഗ്യമുള്ള മനുഷ്യനായി മാറി. ദൈവത്തിൻ്റെ പ്രവൃത്തി സ്തോത്രം അവിടെ നടന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസത്തിലിരിക്കുന്നവരെ സ്തോത്രം അവിശ്വാസികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഇനിയും നിർത്തിക്കൂടി. പ്രേക്ഷകളോട് മണ്ണിനോട് മല്ല് പിടിച്ച് ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരം കിടപ്പാടുമില്ലാതെ, രാത്രി കിടക്കാൻ സ്ഥലമില്ലാതെ എവിടെയെങ്കിലും അന്തി ഉറങ്ങി ഉറ്ററുടയവരൊക്കെ തള്ളിക്കളഞ്ഞ് അവരൊക്കെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ ഓടി അലഞ്ഞ് നടക്കുമ്പോൾ ആ വ്യക്തിയോട് നീ വിരൽ ചൂണ്ടി പറയുന്നത് അവനിൽ ഇരുളിൻ്റെ പ്രവൃത്തി ഉണ്ടെന്നല്ലേ? ദൈവികമായ സംഭാഷണങ്ങളല്ല ഇന്ന് നടത്തുന്നത്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. യുവജനങ്ങളാലും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.